ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വായന ഭാഗം എബ്രായർക്കെഴുതിയ ലേഖനം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി കൊലോസ്യർക്കെഴുതിയ ലേഖനം 4 അധ്യായം 17 വാക്യം. അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കേണം എന്ന് പറവിൻ. വേദപുസ്തകം കണ്ടിട്ടുള്ളതിലേക്കും സാക്ഷ്യ ജീവിതത്തിന് മുൻതൂക്കം നൽകിയ വ്യക്തിയായിരുന്നു പൗലോസ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലെ ഒരു വ്യക്തിയായിരുന്നു അർഹിപ്പോസ്. ഈ പേരിന്റെ അർത്ഥം കുതിരകളുടെ അധിപൻ അഥവാ യുദ്ധത്തിന് നേതൃത്വം നൽകുന്നവൻ എന്നൊക്കെയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 ഇടത്താണ് നമുക്ക് ഈ വ്യക്തിയെ കാണുവാനായിട്ട് കഴിയുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 17 വാക്യത്തിലും ഫിലേമോൻ 2 വാക്യത്തിലും. ഇവയിൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യയിലെ ശൈശവ അവസ്ഥയിലുള്ള സഭയ്ക്ക് കാരാഗ്രഹത്തിൽ നിന്നും എഴുതുന്നതാണ്. അർഹിപ്പോസ് ആദ്യകാലത്തെ ക്രിസ്തീയ സഭയിലെ ഒരു ശുശ്രൂഷകനും ആയിരുന്നു. അർഹിപ്പോസ് ഫിലേമോന്റെയും അപ്പിയയുടെയും മകനാണ് എന്ന ഒരു അഭിപ്രായവും പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. മാത്രമല്ല വിശുദ്ധ പൗലോസിന്റെ സഹപ്രവർത്തകനുമായിരുന്നു അർഹിപ്പോസ്. അർഹിപ്പോസിന്റെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് സഹഭടനായ അർഹിപ്പോസ്. ഫിലേമോൻ എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അർഹിപ്പോസിനെ അഭിസംബോധന ചെയ്യുന്ന ഒരു പദമാണ് ഇത്. ഒരേ ലക്ഷ്യത്തിനായി പൗലോസ് അപ്പോസ്തലനോടൊപ്പം അർഹിപ്പോസ് പ്രവർത്തിച്ചിരുന്നു. കർത്താവിന്റെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കായിരുന്നു പ്രാധാന്യം. അതോടൊപ്പം തന്നെ സുവിശേഷത്തിന്റെ സത്യത്തിനായി നിലകൊള്ളുകയും ചെയ്തു. ഐക്യതയോടെ പൗലോസ് അപ്പോസ്തലനോടൊപ്പം അർഹിപ്പോസ് പ്രവർത്തിച്ചു എന്ന് കാണുന്നു. തമ്മിൽ പിന്തുണയും സഹകരണ മനോഭാവവും പുലർത്തിയ വ്യക്തിയായിരുന്നു അർഹിപ്പോസ്. പ്രാർത്ഥന, ദൈവവചനം, വിശ്വാസം എന്നീ ആത്മീയ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. കൂടെ ഉണ്ടായിരുന്നവരെ കരുതുകയും ദുർബലരെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. കമാൻഡറായ കർത്താവിന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇവയൊക്കെയാണ് ക്രിസ്തീയ ഭടന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ. അങ്ങനെയെങ്കിൽ ഉത്തമനായ ഒരു ഭടനായി തൻ്റെ ശുശ്രൂഷ നിർവഹിച്ച ഒരു വ്യക്തിയായി തീർന്നു അർഹിപ്പോസ്. രണ്ടാമതായിട്ട് ജാഗ്രതയുള്ളവനായ അർഹിപ്പോസ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 17 വാക്യത്തിൽ, അതായത് നമ്മൾ കുറിവാക്യമായി വായിച്ച ഭാഗത്ത് കാണുന്നത് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കേണം എന്ന് പറവിൻ എന്ന്. ഇവ അർഹിപ്പോസിന് ലഭിച്ച ദൈവവിളിയുടെ ഗൗരവവും ഉത്തരവാദിത്വവും വ്യക്തമാക്കുന്നു. ദൈവമേൽപ്പിച്ച ശുശ്രൂഷ പൂർണ്ണതയോടെ നിർവഹിക്കേണ്ടത് ആവശ്യമാണ്. അവ വിശ്വാസത്തോടെയും സ്ഥിരതയോടെയും പൂർത്തീകരിക്കേണ്ടതും ആവശ്യമാണ്. തങ്ങൾ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്നും വ്യതിചലിച്ചു പോയവരെയും തിരുവചനത്തിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. ശിംശോന് തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. ഇസ്കരിയോത്ത യൂദ തൻ്റെ ദൗത്യത്തിൽ വീഴ്ച വരുത്തി. ജീവിതത്തിലെ ജാഗ്രത കുറവാണ് കർത്താവ് ഏൽപ്പിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുവാനാകാതെ വരുന്നത്. എന്നാൽ ഇവിടെ അർഹിപ്പോസിനോട് പറയുന്നത് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതിൽ വീഴ്ച വരുത്താതെ അത് നിവർത്തിക്കണം എന്നാണ്. അതിനാൽ ആത്മീയ അലസത ഒഴിവാക്കി ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ജാഗ്രതയോടെ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ക്രമമായ തിരുവചന വായനയും പഠനവും അത് പാലിക്കുന്നതിലൂടെയുമാണ്. അതിനാൽ അർഹിപ്പോസിനെ പോലെ ക്രിസ്തുവിന്റെ നല്ല ഭടന്മാരായി നമുക്ക് തീരാം. അതോടൊപ്പം ജാഗ്രതയോടെ ജീവിക്കുവാനും നമുക്കൊരുങ്ങാം. അങ്ങനെ ക്രിസ്തീയ ജീവിതം ഫലകരമാക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ വീഴ്ച വരുത്താതെ ജാഗ്രതയോടെ ജീവിക്കുവാനും ഞങ്ങളുടെ ജീവിത അന്ത്യത്തോളം നല്ല ഭടന്മാരായി ക്രിസ്തുവിനു വേണ്ടി നിലകൊള്ളുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.